ഇടുക്കിയിലെ ഒരു സ്വകാര്യ എസ്റ്റേറ്റിലാണ് ടാപ്പിംഗ് ജോലിക്ക് പോയ ഒരു തൊഴിലാളിയെ കാട്ടാനയുടെ ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ആ സംഭവം വളരെ ഖേദകരമാണ്. ആ കുടുംബത്തിന് ആവശ്യമായ സഹായധനം നൽകുന്നതിൽ കാലതാമസമില്ലാതെ തന്നെ നടപടി സ്വീകരിക്കും. മറ്റൊന്ന്, അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നടത്തേണ്ട അനിവാര്യതയാണ് ഈ സംഭവം നമ്മൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററി സംഭവസ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ആത്മവിശ്വാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിദാരുണമായ സംഭവത്തിൽ നമുക്കെല്ലാവർക്കും വേദനയുണ്ട്. വന്യജീവി സംഘർഷം കുറച്ചു കൊണ്ടുവരുന്നതിന്, അതിൻ്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുന്നതിന് കുറേ കൂടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ പ്രയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആ പ്രദേശത്ത് വനപാലകരുടെ അംഗസംഖ്യ കൂട്ടി പരിശോധനകൾ ത്വരിതപ്പെടുത്താനും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം വിശദമായി എന്തെങ്കിലും പറയാൻ ആ ഘട്ടത്തിൽ പറയാം. ഏതായാലും ഇത് ഖേദകരമാണ്, വേദനാജനകമായ കാര്യമാണ്. ഒന്ന് ശമിച്ചു എന്ന് തോന്നുന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് എത്രത്തോളം ഗൗരവം കൊടുക്കേണ്ടതുണ്ടോ അത്രത്തോളം ഗൗരവത്തിൽ കൊടുത്തേക്കാനാണ് ഇപ്പോൾ തീരുമാനം. കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ആദ്യ ഗഡു നാളെ മറ്റന്നാളെ എപ്പോൾ വെച്ചാൽ കൊടുക്കാൻ, രണ്ടാമത്തെ ഗഡു സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ആവശ്യമായ രേഖകൾ ശ്രമിക്കുന്നത് കൊടുക്കണം. അതിലൊന്നും ഒരു കാലതാമസമില്ലാതെ കൊടുക്കുന്നതും